الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون ബഹുമാന്യരായ വിശ്വാസിനികളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അളവറ്റ കൃപാലുവും ദയാലുവുമായ അർഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ച സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തഖിയായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും സമയങ്ങളിലും പരമാവധി ശ്രദ്ധിക്കുകയും നിതാന്ത ജാഗ്രതയോടുകൂടി പ്രാർത്ഥനാ നിരതരായിരിക്കുകയും ചെയ്യാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഏതൊരു വസ്തുവിനും, അത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, അത് ഈ ദുനിയാവിൽ എത്ര കാലം നിലനിൽക്കണം എന്ന്, എങ്ങനെ നിലനിൽക്കണമെന്ന്, ദുനിയാവിലുള്ള കാലത്ത് ആ സൃഷ്ടി, ആ പടപ്പ് ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോകണമെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്, കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ആ നിർവചനത്തിനും എഴുത്തിനും അപ്പുറം പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിക്കും കടന്നു പോകാനോ അതിനെതിര് പ്രവർത്തിക്കാനോ പാടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. എന്നാൽ ഒറ്റ വാക്കിൽ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചതും നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റു മേഖലകളിലുമൊക്കെ ഉണ്ടാവണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് ലികുല്ലിൻ അജലുൻ കിതാബ് എന്നാണ് സൂറത്ത് റഅദിൽ അല്ലാഹു പറഞ്ഞത്. ലികുല്ലിൻ അജലുൻ കിതാബ്. ഓരോ ചെറുതും വലുതുമായ സംഗതികൾ
ഏത് എങ്ങനെ എത്ര കാലത്തോളം നിലനിൽക്കണമെന്നും അത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരു അധ്യായത്തിൽ സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബി മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമിയിൽ അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ, അതത് സംഭവിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ എപ്പോൾ സംഭവിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ഇവിടെ യാതൊന്നും സംഭവിക്കുകയില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതെങ്ങനെയാണ് സാധിക്കുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്കാണ് പ്രയാസമായത്. അള്ളാഹുവെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. ഇത് ഇങ്ങനെ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള കാരണം, ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങളുടെ ഇഷ്ടപ്രകാരം സംഭവിക്കാതിരുന്നാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നേർ വിപരീതം വല്ലതും സംഭവിച്ചാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ അതിശക്തമായ തിരിച്ചടി നേരിട്ടാൽ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും ജീവനിലും അഭിമാനത്തിലും വിളയിലും കാർഷികോൽപ്പന്നങ്ങളിലുമൊക്കെ ഭയപ്പെടുത്തിയും ജീവൻ തിരിച്ചെടുത്തുമൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ. അത്തരം മേഖലകൾ, ഘട്ടങ്ങൾ ആർക്കാണോ കടന്നു വരുന്നത് അവർ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹുവിങ്കലുള്ള സന്തോഷ വാർത്ത ലഭിക്കാനുള്ള അർഹതയുള്ളത്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അത്തരം ആളുകൾക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും അവരറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരും, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സംഭവിച്ച തിരിച്ചടി മാത്രമല്ല, ഞങ്ങൾ തന്നെ അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ യാത്രയാണിത്, അള്ളാഹുവിലേക്ക് തന്നെയാണിത് ഒടുങ്ങുകയും ചെയ്യുക എന്നവർ അറിയാതെ അവരുടെ മനസ്സ് അവരോട് പറയും, അത് അവരുടെ നാവ് ഏറ്റുപാടുകയും ചെയ്യും. ഉലൈക അല്ലദീന സ്വദഖു, അവരാണ് തങ്ങൾ ഉൾക്കൊണ്ട ഷഹാദത്ത് കലിമയെ, തങ്ങൾ ഉൾക്കൊണ്ട ഈമാൻ കാര്യങ്ങളെ സത്യസന്ധമായി ജീവിതത്തിൽ പാലിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി കാണുന്ന ചില വാർത്തകൾ. മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ, മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് തൽക്കാലം ഒന്ന് നീട്ടിവെച്ചതിന്റെ പേരിൽ, മറ്റു പലതിൻ്റെയും പേരിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതൽ മദ്രസാധ്യാപകൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എൻ്റെ ഇഷ്ടം നടക്കുന്നില്ല എന്നതാണ്, എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടോ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിട്ടും പടച്ചവനെ ഇത് താങ്ങാൻ പറ്റാത്ത തിരിച്ചടിയാണല്ലോ ഉണ്ടായത് എന്ന വിഷമം നമുക്ക് വേണമെങ്കിൽ പറയാം പ്രതിസന്ധികളിൽ പനക്കരുത്ത് പ്രകടിപ്പിക്കാത്തതിൻ്റെ പേരിലാണ്. അതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കൂല എന്ന് വേണമെങ്കിൽ അഭിമാനം കൊള്ളാം. പക്ഷേ
പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ശരിയായ ഈമാൻ, ശരിയായ തൗഹീദ്, ശരിയായ ഇസ്ലാം, ശരിയായ പരലോക വിശ്വാസം നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാനിൽ നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് കിതാബൻ മുഅജ്ജലൻ. ഒരു മനുഷ്യനും തന്റെ ശരീരത്തെ, തന്റെ ജീവനെ അള്ളാഹു തീരുമാനിച്ച അവധിക്ക് അള്ളാഹുവിന് തിരിച്ചേൽപ്പിക്കാൻ അവന്റെ ആളുകൾ വരുമ്പോൾ കൊടുക്കുകയല്ലാതെ അതിനു മുമ്പ് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. അള്ളാഹു തന്നുവിട്ടത് തിരിച്ചെടുക്കാൻ അള്ളാഹു ആളുകളെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. അവർ വന്ന് ആവശ്യപ്പെടുമ്പോഴല്ലാതെ അത് എനിക്കിനി ഒരു കൊണ്ടുനടക്കാൻ വയ്യാന്ന് ഒരു ആത്മാവിനും വമാക്കാനിൽ നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. നിർണിതമായ ഒരു അവസരം വരും, അപ്പോഴല്ലാതെ അത് തിരിച്ചു കൊടുക്കാൻ ഒരാൾക്കും അവകാശമില്ലാന്ന്. നോക്കൂ, നിങ്ങളിത് വെറുതെ പറയുന്നതല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഒരു സംഗതി, ഉഹദിന്റെ പോരാട്ട ഭൂമിയിൽ ധീരമായി പോരാടുന്ന ഒരു സ്വഹാബി വര്യനെ ചൂണ്ടിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നരകാവകാശിയാവാനുള്ള പോക്കാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. കണ്ടുനിന്ന കേട്ടുനിന്ന സ്വഹാബികൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ സംഭവിച്ചത്, ജുന്ദുബ് ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീമൻ ഖബലകും റജുലുൻ ബിഹി ജുർഹുൻ. അങ്ങനെ ആ പോരാട്ടത്തിനിടയിൽ അയാൾക്ക് ശത്രുവിന്റെ ആയുധമേറ്റ് മുറിവേറ്റു എന്നുമല്ല, അയാളുടെ വലത് കൈ അറ്റു വീണു. അത്രയും നേരം ധീരമായി പോരാടിയ അയാള് വലത് കൈ നഷ്ടപ്പെട്ടപ്പോൾ വജസിയ, ആകെ കൂടെ ബേജാറായിപ്പോയി. ഇനി എന്താ ചെയ്യാ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് അയാൾ ചിന്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഫാഖദ സിക്കീനൻ, അയാളുടെ വാൾ ഇടത് കൈ കൊണ്ടെടുത്ത മണലിൽ കുത്തിവെച്ചു. അങ്ങനെ ആ ആയുധത്തിലേക്ക് അയാൾ സ്വന്തം നെഞ്ച് ഇടിച്ചിറക്കി. ചോര ആ ആയുധത്തിലൂടെ പാർന്നൊഴുകി അയാൾ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖാലല്ലാഹു തആല ബാദറനി അബ്ദി ബിനഫ്സിഹി. ഞാൻ തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പ് ആ അടിമ സ്വന്തം ജീവനെ ധൃതി കൂട്ടി എന്നെ തിരിച്ചേൽപ്പിച്ചു. ആകയാൽ ഹറംതു അലൈഹിൽ ജന്ന. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വചനമാണ്. ഹറംതു അലൈഹിൽ ജന്ന, അവന് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ കഷ്ടപ്പാടുകളോ ദുനിയാവിലെ തിരിച്ചടികളോ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുത്തണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടേണ്ടിയിരുന്ന ചില ആളുകൾ 5 or 6 വയസ്സുണ്ടാകുമ്പോൾ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ഒരു കുട്ടി അടിമയാക്കി വിൽക്കപ്പെടുന്നു, ജയിലിൽ അടക്കപ്പെടുന്നു. 10-40 വർഷക്കാലം ആദ്യം അടിമയായും കിണറ്റിലകപ്പെട്ടും ജയിലിലുമൊക്കെ അടക്കപ്പെടുകയും പിന്നീട് അതിസമ്പന്നതയിലേക്കും അധികാരത്തിലേക്കും ഉയർത്തപ്പെടുകയും ചെയ്ത യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു. നഷ്ടങ്ങളിൽ വേദനിച്ച് ഇസ്ലാമിൽ നിന്ന് ജീവൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത്. നേട്ടങ്ങളിൽ അഹങ്കരിക്കണമെങ്കിലും അത് അദ്ദേഹത്തിനായിരുന്നു പ്രഥമമായിട്ട് അതിനുള്ള അർഹതയുണ്ടായിരുന്നത്, നമ്മളെക്കാളൊക്കെ കൂടുതൽ. 40 വർഷക്കാലം മകനെ കാണാതെ സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണീരൊഴുപ്പിച്ച് കണ്ണിന് വെള്ളെഴുത്തു വീണ പിതാവുണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ, യാക്കൂബ് അലൈഹിസ്സലാം. മക്കൾ അദ്ദേഹത്തോട് സങ്കടത്തോട് പറഞ്ഞു, വാപ്പാ, ഇത് ഇനിയും തുടരുകയാണെങ്കിൽ അങ്ങ് മരണപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അദ്ദേഹം അപ്പോഴും പറഞ്ഞെന്തറിയോ, മക്കളെ, അതിന് ഞാൻ ജീവൻ കളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല.
ഇന്നമാ അസ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലോകം, ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. എൻ്റെ കഷ്ടപ്പാടും സങ്കടവും പ്രയാസവും ഒക്കെ അള്ളാഹുവോട് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനപ്പുറത്ത് നിങ്ങളൊന്നും വിചാരിക്കണ്ട, അതിനപ്പുറത്തൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സാബിത്ത് ഇബ്നു ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം നമുക്ക്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വമൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയാ ഉഅ്ദിബ ബിഹി യൗമൽ ഖിയാമ. ഏത് തരത്തിലായാലും വേണ്ടില്ല, സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണോ ഒരാൾ, ആ രൂപം കൊണ്ട് തന്നെ അയാൾ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും നബി പഠിപ്പിച്ചത്? മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, മൻ തറദ്ദാ മിൻ ജബലി ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ അബദാ. ഒരാള് ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ നശിപ്പിച്ചു എങ്കിൽ അയാൾ പരലോകത്ത് നിരന്തരമായി അങ്ങനെ നരകത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. വമൻ തഹസ്സ സുമ്മൻ, വിഷം കുടിച്ചൊരാൾ ആത്മഹത്യ ചെയ്തു, ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ അബദാ. അയാൾക്ക് അത് തന്നെയായിരിക്കും നരകത്തിൽ പണി, ശിക്ഷയായി കിട്ടുക. അങ്ങനെ തന്നെ കാലാകാലം കുടിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യജ്ഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ അബദാ. ആയുധം ഉപയോഗിച്ച് സ്വന്തം ജീവനെ നശിപ്പിച്ചാൽ, അവസാനിപ്പിച്ചാൽ, അതുപോലെ ആ ആയുധം തന്നെ അയാൾക്ക് ശിക്ഷയായി ഖിയാമത്ത് നാളിൽ പരലോകത്ത് നരകത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ മരണം ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് ഈ സമുദായം, ഞാൻ പറഞ്ഞല്ലോ, ഈ സമുദായത്തിന് മനോദാർഢ്യമില്ലാത്തതിന്റെ കുറവല്ല, ഈ സമുദായത്തിന് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഷഹാദത്ത് കലിമയുടെയും പരലോക വിശ്വാസത്തിന്റെയും കാര്യത്തിൽ വന്ന വീഴ്ചയോ അബദ്ധധാരണയോ ഒക്കെയാണ് ഇതിന്റെ കുഴപ്പം, ഇതിന്റെ കുറവ്, ഇതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിളുർരിൻ നസാബഹു. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, ഇപ്പൊ ഇന്നലെ ക്ലാസ്സിലിരിക്കുന്ന എന്റെ പ്ലസ് ടുവിൽ ഒരു വിദ്യാർത്ഥിനി വന്നിട്ട് സാറ് ഒരു സങ്കടം പറയാണ്ട്. എന്താണ് സങ്കടം? നിങ്ങൾ നാളെ ഖുത്ബയിൽ പറയണം, എൻ്റെ അയൽപക്കത്ത് ഒരു പെൺകുട്ടി 11 വയസ്സുകാരിയാണ്, അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, ഒരു നിവൃത്തി ആ കുടുംബത്തിനില്ല, ആ ഉമ്മക്ക് ഏകദേശം ബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട്. സങ്കടം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുട്ടിയെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഖത്തീബുമാരോടും അവരത് പറയാൻ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു പ്രാർത്ഥന അന്ന് സ്വീകരിച്ചാൽ അല്ലാഹു ആ കുഞ്ഞിനും നമുക്കെല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവര്, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിളുർരിൻ നസാബാ. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഒരു കാരണവശാലും ഒരു വിശ്വാസി മരണം ആഗ്രഹിച്ചുകൂടാ, മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൂടാ, മരിച്ചാ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൂടാ. കാരണം അതിനപ്പുറത്തുള്ള ലോകം, അതിനേക്കാൾ അത്യപകടകരമായ ഭീതിതമായ ലോകത്തേക്കാണ് അടുത്ത സെക്കൻഡിൽ കടന്നു പോകാനുള്ളത്. വൈകുന്ന ലാബുദ്ധ ഫാഴിലൻ, അങ്ങനെ അല്ലാതെ ഇനി വേറെ ഒരു നിവൃത്തിയില്ല എന്നൊരവസ്ഥയിലെത്തിയാൽ നിങ്ങൾക്ക് പറയാം, അല്ലാഹുമ്മ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറല്ലി ഫഅഹ്യിനി അലൽ ഇസ്ലാം. പഠിച്ചവനെ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എൻ്റെ ദുനിയാവിനോ പരലോകത്തിനോ വല്ല ഗുണവും ഉണ്ട് എങ്കിൽ നീ എനിക്ക് ഈമാനോടെ ഇസ്ലാമോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. എന്തൊരു പ്രാർത്ഥന നോക്കാടി. ഞാനിനി ഇവിടെ ജീവിച്ചിരുന്നിട്ട് എനിക്ക് എൻ്റെ ദുനിയാവിലോ ആഖിറത്തിലോ അതുകൊണ്ട് ഗുണമുണ്ടാകുമെങ്കിൽ എനിക്ക് ആയുസ് നീട്ടി നൽകണമേ. വൈകാനത്തിൽ വഫാത്തു ഖൈറല്ലി, പടച്ചവനെ, ഞാൻ മരിച്ചാലാണ് എൻ്റെ പരലോകത്തിന് കൂടുതൽ ഗുണം കിട്ടുക എങ്കിൽ ഫതവഫനി അലൽ ഈമാൻ, എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണമേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്നല്ലാതെ മരണം ആഗ്രഹിക്കാനേ പാടില്ല നമ്മളിൽ ഒരാളും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഗൗരവമുള്ള ചില ചിന്തകളുള്ളത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഒരു വിഭാഗമാണ്.
മറ്റുള്ളവർ നമസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞില്ല എന്ന് മാത്രം, ഹറാമാക്കിയില്ല എന്ന് മാത്രം. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. കടം കൊണ്ട് വലയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. കപടവിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. തമാടിത്തം ചെയ്ത് ജീവിക്കുന്ന സ്വഹാബത്തുണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ മറ്റുള്ളവരോട് പാടില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയും നമസ്കരിക്കുന്നത് ഗുണമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നാട്ടിലെ വേണ്ടപ്പെട്ടവരും ഇൽമുള്ളവരും ഒന്നും മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല, അത് നല്ലതല്ല എന്നുകൂടി ഈ ഹദീസിലുണ്ട് എന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയും. പ്രിയപ്പെട്ടവരെ, ഒരു മൊബൈൽ ഫോൺ അല്ല അല്ലേ, അതിനൊന്ന് റീചാർജ് ചെയ്യലല്ല പ്രശ്നം. ഞാൻ മക്കളോടാണ്, എൻ്റെ സ്കൂളിലെ മക്കളോടാണ്, ഒരു ടൂർ പോകാൻ തൽക്കാലം ഉപ്പയുടെ കയ്യിൽ പൈസയില്ല അല്ലെങ്കിൽ തന്നില്ല എന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ അള്ളാഹിന്റെ ഇഷ്ടക്കാരാകുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായാൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി നമുക്ക് മരണാനന്തരവും ജീവിക്കാം. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ ദഖലൽ ജന്നാന. എനിക്കെൻ്റെ റബ്ബ് മതി, റബ്ബിന് എനിക്ക് ഇഷ്ടമാണ്, റബ്ബിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് ഒരാൾക്ക് തോന്നിത്തുടങ്ങിയാൽ, അത് പറയാൻ അയാൾ തയ്യാറായാൽ, എൻ്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇസ്ലാം ദീനാണ് എനിക്ക് ഇഷ്ടം എന്നൊരാൾക്ക് തോന്നുകയും അത് അയാൾ രാവിലെയും വൈകുന്നേരവും പറയുകയും ചെയ്താൽ, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ, അയാൾ മരണപ്പെട്ട അയാൾ സ്വർഗത്തിൽ പോകുന്ന. അങ്ങനെയാണല്ലോ പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹിന് ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടാകും. ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് മക്കൾ മനസ്സിലാക്കുക. അവരുടെ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങുന്നതിന് മുമ്പ് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുക. ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് അവർക്ക് ഗുണപാഠം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവുക. മക്കളെ നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഒക്കെയാക്കി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ അബദ്ധത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ കടന്നു പോകേണ്ടുന്ന വഴി വളരെ വളരെ ദുർഘടമായ പാതയാണ് മരണാനന്തരം എന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പരമാവധി കാലം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിയിട്ട് ആ പാതയുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുകയും അത് കൂടുതൽ കൂടുതൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് നല്ല ജാഗ്രതയുണ്ടാകും. നമ്മൾ അതിന് താല്പര്യമുള്ളവരാകും. ആ ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കുക. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എന്നെങ്കിലും ഒരു നാൾ എല്ലാവരും മരിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് നന്മയും തിന്മയും നൽകി നാം നിങ്ങളെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. പലതരത്തിൽ നാം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മറ്റൊരാളുടെ ജീവൻ അപകടമാകുന്ന രൂപത്തിലുള്ള യാതൊന്നും ഉണ്ടായിക്കൂടാ എന്നതിൻ്റെ പുറമെ നമുക്ക് ആപത്തുണ്ടാക്കുന്ന വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നമുക്ക് ആപത്തുണ്ടാക്കുന്ന യാതൊന്നും ചെയ്യാൻ നമുക്ക് മതപരമായി അനുവാദമില്ല എന്നത് തിരിച്ചറിയുക. വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മയോ തിന്മയോ നൽകപ്പെട്ട് നിരന്തരമായി നാം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ പരീക്ഷണത്തിലും നമുക്കുണ്ടാവേണ്ടുന്ന ബോധം ഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന ഒരു ഭയം. അതൊരു ബോധമല്ല, അതൊരു ഭയമായി നമ്മളെ പിടികൂടാൻ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് മാറ്റമുണ്ടാവുക. നമ്മൾ പോകേണ്ടുന്ന സ്ഥലം നമുക്ക് യാതൊരാളുടെയും സഹായമില്ലാതെ നമ്മുടെ അമലുകളുടെയും ഈമാനിൻ്റെയും പേരിൽ മാത്രമാണ് രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുക. അവിടെ യാതൊരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ പരമാവധി കാലം ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുകയും അബദ്ധങ്ങൾ വന്നു പോകുന്നതിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളുണ്ടാവാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം. നോക്കൂ, നിങ്ങൾ വെറുതെ കടന്നിരുന്ന ഏതോ നാടുകളിൽ നിന്ന് ജോലിക്ക് വന്നിരുന്ന പാവം സഹോദരങ്ങളാണ്
ആ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത്. അതേ സമയത്ത് ഒരു ട്രക്കർ വലിയ ടോറസ് ലോറിയുടെയും ജീപ്പിന്റെയും ഇടയിൽപ്പെട്ട് രണ്ടിലൊന്നിൽപ്പെട്ട് മരിക്കേണ്ടിയിരുന്ന രണ്ടാളുകൾ, ആ രണ്ട് വാഹനങ്ങൾ തന്നെ ആ രണ്ട് ജീവന് കാവൽ നിന്നതും നമ്മൾ കാണുകയുണ്ടായി. ഈ ഒറ്റ ദുരന്തത്തിൽ ടോറസ് ലോറിയുടെ നമ്മളൊക്കെ കണ്ടതാണല്ലോ. ടോറസ് ലോറിയുടെ മുമ്പിൽ അവർ രണ്ടുപേരും ഒഴുകി വരുന്നു. അവരെ ഇവിടെ കാത്തു നിൽക്കുന്നത് റോട്ടിലെ കുടുങ്ങിപ്പോയ ഒരു ജീപ്പാണ്. രണ്ടിലൊന്നിനിടയിൽ കിടന്ന് മരണപ്പെടേണ്ടിയിരുന്ന ആളുകൾക്ക് ആ രണ്ട് വാഹനങ്ങൾക്ക് തന്നെ തടയിട്ട് അള്ളാഹു ഒരു ജീവനെ ഏത് രൂപത്തിലാണ് പിടിച്ചെടുക്കേണ്ടത് എന്നും എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുത്തുക എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവൻ, ആയുസ്, റൂഹ്, ആത്മാവ് അത് നമുക്ക് അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്തിനെ അള്ളാഹു പരിപാലിക്കാൻ ആവശ്യപ്പെട്ട രൂപത്തിൽ പരിപാലിച്ച് അള്ളാഹുവിൻ്റെ ആളുകൾ വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ നിലനിർത്തി ജീവിച്ചവരുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോടെ തഖ്വയോടെ തൗബയോടെ മരിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ വശഫീഇനാ വസഫിയ്യിനാ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി الفائزين برضا الله وأزواجه الطاهرات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികളായി തൗഹീദും സുന്നത്തും മനസ്സിലേന്തി ഈമാനോടെ തഖ്വയോടെ തൗബയോടെ ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം ജാഗ്രത പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സംഗതിയാണ്. 2 ദിവസമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പും ജില്ലാ കളക്ടർമാരുമൊക്കെ നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാൻ പാടില്ല, രാത്രി യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ നമ്മളെങ്ങനെയാണ് ഇവയൊക്കെ സമീപിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നമുക്ക് ഈമാൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അള്ളാഹുവെ അനുസരിക്കുവീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുവീൻ, നിങ്ങളുടെ ഭരണാധികാരികളെയും അനുസരിക്കുവീൻ എന്ന്. അപ്പോൾ 2 തരത്തിലാണ്. വെള്ളം കൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ രോഗത്തിൻ്റെ രൂപത്തിൽ വരുന്നു, രോഗാണുക്കളുടെ രൂപത്തിൽ വരുന്നു. വെള്ളം കൊണ്ടുള്ള അപകടങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ 2 വീലർ യാത്രക്കാർ. ഇപ്പം എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെ 2-3 കാഴ്ചകൾ നേരിട്ട് കാണാൻ സാധിച്ചു. നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇപ്പോഴും അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഇതൊന്നും കണ്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ പെരുമഴക്കാലത്ത് നമ്മുടെ മക്കളിൽ ചിലരെങ്കിലും പെരുമഴ പെയ്യുന്നു, ഒരു ഹെൽമെറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് മെയിൻ റോഡിൻ്റെ ഹൈവേയുടെ കൂടി നടുവിലൂടെ ആ വെള്ളവര വാശി പിടിച്ച് അതിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുക. റോഡ് നമുക്ക് മാത്രമുള്ളത് മറ്റുള്ളവർക്ക് കൂടിയുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഭാര്യ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ അവിടെ ഉണ്ട്, നമ്മുടെ വാപ്പ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ കണ്ണുകളിലേക്ക് തിരിച്ച് കടന്നു വരേണ്ടത് നമ്മളാണ്, നമ്മുടെ മയ്യിത്തല്ല എന്ന് മനസ്സിലാക്കുക. 2-3 മിനിറ്റ് ഒരു യാത്രയിൽ 10 മിനിറ്റ് വൈകിയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ
പക്ഷേ 10 മിനിറ്റ് നേരത്തെ എത്താമെന്ന് വിചാരിച്ച് പോകുന്ന പ്രിയപ്പെട്ടവരെയും മഴക്കാലത്തുള്ള ഈ മരണപ്പാച്ചിൽ എത്തുന്നത് മിക്കവാറും മറ്റെവിടെയെങ്കിലുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന തിരിച്ചറിവ് ആദ്യത്തിലുണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് അങ്ങനെയാണ്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകതി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, സ്വയം നാശമുണ്ടാവാൻ ഇടയാകുന്ന യാതൊന്നും നിങ്ങൾ ചെയ്യരുത്. വഅഹ്സിനൂ, ഏത് മേഖലയിലും കഴിവിന്റെ പരമാവധി നന്മയുള്ളവരാവുക, നല്ലവരാവുക. എൻ്റെ കാറിൻ്റെ വലതുഭാഗത്ത് 2 ആഴ്ച മുമ്പ് ഒരു മോട്ടോർ സൈക്കിളേറെ വന്നിടിച്ച് ഇവിടെ പറ്റ പിരിയെത്തുന്നത്. നടുപ്പാതിന് 11:30 മണി സമയം ICUവിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ആ വള്ളി ചെവിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടി വരുന്നത്. റോഡിന്റെ സെന്ററാണ്, നല്ല മഴയും. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അപകടങ്ങളൊന്നും പറ്റിയില്ല. പക്ഷേ റോഡിന്റെ പുറത്തായിരുന്നു അവനും അവൻ്റെ ബൈക്കും ഇടിച്ചു തെറിച്ച് വീണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയോ? അപ്പോഴാണ് പൂർണ്ണാവധിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ആ കുട്ടി പറഞ്ഞത് അവൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് 15ാമത്തെ ദിവസമാണ് മോനെ കാണാൻ ആദ്യമായിട്ട് പോകാന്ന. കോയമ്പത്തൂരിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് അവധി വാങ്ങി, നിർബന്ധിതമായി അവധി വാങ്ങി മകനെ കാണാൻ, പുതിയതായി 14 ദിവസം മാത്രം പ്രായമുള്ള മകനെ കാണാൻ രാത്രി 11 മണിക്ക് പെരുമഴയുള്ള റൂട്ടിലൂടെ അവൻ ഓടുന്നത് മൊബൈലിലെ വള്ളി മൊബൈൽ ചെവിയിലും വെച്ച് റോഡിന്റെ നടുകിലൂടെയാണ്. എന്താണ് പറയുക കുട്ടികളോട്? മക്കളെ, മറ്റൊന്നുമില്ല. നഷ്ടം നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാണ്. നാട്ടുകാർക്കും കുടുംബക്കാർക്കും യാതൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ രക്തബന്ധുക്കൾക്ക് മാത്രമാണ് നഷ്ടപ്പെടാനുള്ളത്. നമുക്ക് ഒരുപാട് കാലം നമ്മളെ കൊണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരുടെ കണ്ണു നനയുക എന്നത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ദുരന്തമാണ് എന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എന്നിട്ട് ആയുസ്സും ആരോഗ്യവും അള്ളാഹു തന്ന അമാനത്താണെന്ന വിശ്വാസത്തോടു കൂടി, ഇതൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ മതവിശ്വാസം ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് എന്താ പള്ളി മിമ്പറിൽ ഇങ്ങനെ പറയേണ്ടുന്ന കാര്യമെന്ന ചോദ്യമില്ലാതെയാകും. അള്ളാഹു നമ്മളെ ശരിയുടെ മാർഗത്തിൽ നിലനിൽക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാവാൻ, ഏത് നിമിഷവും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുന്നവരാണ് എന്ന ബോധമുള്ളവരായി ജീവിക്കാൻ, ആ മടക്കം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തീർക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, പ്രയാസങ്ങളിൽ നിന്നും, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ തിരിച്ചടികളിൽ നിന്നും, ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും റഹ്മാൻ റഹീമായ റബ്ബേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും നിന്റെ പ്രിയപ്പെട്ടവരുടെ മരണവും മരണാനന്തര ജീവിതവും ആക്കി തരണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിനക്ക് ഇബാദത്തെടുത്ത് നന്മയുള്ളവരായി ജീവിക്കാനും നന്മയുള്ളവരായി മരണപ്പെടാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് നൽകണമേ റഹ്മാനെ. തൗഹീദോടെ, സുന്നത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടക്കാരോടൊപ്പം കുടുംബസമേതം സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ അശ്രദ്ധ നിമിത്തം ഞങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ആപത്തും ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഈമാനും ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഇണകളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പ്രിയപ്പെട്ടവർക്കെല്ലാം റഹ്മാനായ റബ്ബെ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെ ഒരുമിപ്പിക്കണമേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدنا وأغننا من النار. اللهم اشف أمراضنا ونجنا من كل الكروب والآفات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدينا وأغننا من النار. ربنا توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.